എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വളരെ പരിചിതമായിട്ടുള്ളൊരു സന്ദേശമായിരിക്കും. കാരണം എല്ലാ മാസങ്ങളിലും അംഗൻവാടിയിലേക്ക് THR പൊടി ഉൾപ്പെടുന്ന കാര്യങ്ങൾ എത്തിയ ഉടനെ തന്നെ നിങ്ങളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള 6-3 കുട്ടികളുടെ അമ്മമാർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ തന്നെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അയക്കുന്ന സന്ദേശമാണിത്. സാധാരണ THR ഇൻറ്റൻറ്റ് കൊടുത്ത് അത് പ്രകാരം അംഗൻവാടിയിലേക്ക് എത്തിയ ഉടനെ തന്നെ ആദ്യപടി എന്നുള്ള രീതിയിൽ ടീച്ചേഴ്സ് ചെയ്യുന്ന പ്രവർത്തനം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രഗ്നൻറ്റും ലാക്റ്റേറ്റീവ് മദറും 0 മുതൽ 6, 6-3 അങ്ങനെ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിലൂടെ ആയിരിക്കും സാധാരണ നിങ്ങൾ ഇത്തരം രീതിയിലുള്ള സന്ദേശങ്ങൾ പാസ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഈ സന്ദേശം കണ്ട ഉടനെ തന്നെ നമ്മളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള എല്ലാവരും ഈ പൊടിക്ക് വേണ്ടി അംഗൻവാടിയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നാളിതുവരെ തുടർന്നു കൊണ്ടിരുന്നത്. എന്നാൽ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ ഒരു ശീലം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് പ്രയാസപ്പെടുന്ന ഭാഗങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ സെഷനിലൂടെ വിവരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാ ടീച്ചേഴ്സിനും ഈ ഒരു സന്ദേശം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടി തിരിച്ചറിയുക. നമുക്കറിയാം, പുതിയ ഗൈഡ് ലൈൻ പ്രകാരം THR വിതരണം ഏത് രീതിയിലാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിശദീകരിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് THR സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ FRSലൂടെ അല്ലെങ്കിൽ EKYCയിലൂടെ 2-way ഓതൻറ്റിക്കേറ്റഡ് ആയിട്ട് നമ്മൾ മാറ്റി നിർത്തിയ ആളുകളാണ്. അതുകൂടാതെ തന്നെ എല്ലാ മാസങ്ങളിലും തുടർന്ന് മുടക്കം കൂടാതെ സേവനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ മാസങ്ങളിലും അവർ THR സ്വീകരിക്കുന്ന സമയം അവരുടെ ഫേസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കണം എന്നുള്ളതാണ്. ഫേസ് വെരിഫിക്കേഷനിലൂടെ മാത്രമേ THR വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഗൈഡ് ലൈനാണ് വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യാതെ നിങ്ങൾ THR കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അനൗദ്യോഗികമായിട്ടുള്ള കണക്കിലേക്ക് പോവുകയും തുടർന്ന് ഈ ഗുണഭോക്താവിന് ഇനി വരുന്ന മാസങ്ങളിലൊന്നും തന്നെ THR സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് നമുക്കറിയാം, ഈ വർഷത്തിൽ 4 ക്വാർട്ടറുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആവർത്തിച്ച് പറയുകയാണ്, ഏപ്രിൽ മാസം തുടങ്ങിയ ക്വാർട്ടറിൽ 3 മാസങ്ങളാണ്. ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസങ്ങളാണ് ആദ്യത്തെ ക്വാർട്ടറായിട്ട് കണക്കാക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ 3 മാസങ്ങളിൽ ആർക്കാണ് THR കൊടുക്കേണ്ടത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 2026 ജാനുവരി മാസത്തിൽ എത്ര ഗുണഭോക്താക്കൾക്കാണോ ഫേസ് വെരിഫിക്കേഷനിലൂടെ പൊടി കൊടുത്തത് അവർക്ക് മാത്രമേ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ നാളിതുവരെ പൊടി കൊടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ അതൊരു ട്രയൽ ആയതുകൊണ്ട് നമ്മൾക്കത് നിർബന്ധമാക്കിയിരുന്നില്ല. എന്നാൽ ജൂലൈ 1 മുതൽ ഇത് കർശനമായി തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി തിരിച്ചറിയുക. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഗൈഡ് ലൈൻ പ്രകാരം വന്നിട്ടുള്ള ഉത്തരവാണ്. നിർബന്ധമായിട്ടും നമ്മൾക്കത് പാലിക്കേണ്ടതുണ്ട്. അങ്ങനെ പാലിക്കാതിരുന്നാൽ ഈ സന്ദേശം നമുക്ക് തുടർന്ന് ഗുണഭോക്താക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതായത് ഇനി മുതലെങ്കിലും ജൂലൈ മാസത്തിലെങ്കിലും കർശനമായി ഇത്തരത്തിൽ ഫേസ് വെരിഫിക്കേഷൻ നിങ്ങൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ ആ ഗുണഭോക്താവിന് ഒക്ടോബർ മാസങ്ങളിൽ, നവംബർ മാസം, ഡിസംബർ മാസം അങ്ങനെ 3 മാസങ്ങളിൽ അവർക്ക് പൊടി കൊടുക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം. അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പറയുന്നത് 3ാമത് ക്വാർട്ടറാണ്. ആ ക്വാർട്ടറിലേക്ക് ഈ ഗുണഭോക്താക്കൾക്കുള്ള വിഹിതം കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മാസം, തനത് മാസം ജൂലൈ മാസത്തിൽ നിങ്ങൾ അവരുടെ ഫേസ് വെരിഫിക്കേഷൻ നടത്തി പൊടി വിതരണം ചെയ്യണം എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഓഗസ്റ്റ് മാസം, സെപ്റ്റംബർ മാസം, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഈ തുടങ്ങിയ മാസങ്ങളിലൊക്കെ തന്നെ പൊടി വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപുള്ള മാസങ്ങളിൽ ഈ ഗുണഭോക്താവിൻ്റെ FRS ഫേസ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. അതിലൂടെ മാത്രമേ THR കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ 10 ഗുണഭോക്താക്കൾ ഉണ്ട് എന്നുള്ളത് കരുതുക. ആ 10 ഗുണഭോക്താക്കളിൽ ജൂലൈ മാസത്തിലെ 6 പേരുടെ മാത്രമേ ഫേസ് വെരിഫിക്കേഷൻ ടീച്ചർക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ. അതിലൂടെ മാത്രമേ പൊടി കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് കരുതുക. ബാക്കി 4 ഗുണഭോക്താക്കൾക്കും പൊടി കൊടുക്കാനും സാധിക്കില്ല. മറിച്ച് ഇനി വരുന്ന 3 മാസം, ഏതാണത്? ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് തുടങ്ങിയ 3ാമത് ക്വാർട്ടറിലെ ഈ 3 മാസങ്ങളിലും അവർക്ക് പൊടി കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മാസം, അതായത് ജൂലൈ മാസത്തിൽ ഫേസ് വെരിഫിക്കേഷൻ നടത്താതെ പൊടി കൊടുക്കാനും കഴിയില്ല. അത്തരത്തിൽ മുടങ്ങിപ്പോയ ഗുണഭോക്താക്കൾക്ക് ഇനി വരുന്ന ഒക്ടോബർ, നവംബർ, ഡിസംബർ അതായത് ക്വാർട്ടർ 3ലും പൊടികൾ നഷ്ടമാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സാധാരണ ടീച്ചർ THR വന്നു എന്നുള്ളത് ഇത്തരത്തിലൊരു വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് എല്ലാവരും വന്നോളൂ എന്ന് പറയുന്നൊരു സന്ദേശം അയച്ചു കഴിഞ്ഞാൽ ഈ 10 ആളും അംഗൻവാടിയിലേക്ക് പാഞ്ഞെടുക്കും. ആ സാഹചര്യത്തിൽ നമുക്ക് ആ പറയുന്ന 6 പേർക്ക് മാത്രമേ പൊടി വിതരണം സാധ്യമാവുകയുള്ളൂ. കാരണം ജൂലൈ മാസത്തിൽ ഈ ഗുണഭോക്താക്കൾക്ക് മാത്രമേ നമ്മൾ THR ഫേസ് വെരിഫിക്കേഷനിലൂടെ കൊടുത്തിട്ടുള്ളൂ. ആയതുകൊണ്ട് ബാക്കി വന്ന 4 പേരെ തിരിച്ചയക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. കാരണം അവർ എലിജിബിൾ
എലിജിബിലിറ്റി അവരുടെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഗുണഭോക്താവിന് അറിയുന്നില്ല, ഇതിൻ്റെ മാനദണ്ഡങ്ങളും കാര്യങ്ങളൊന്നും അറിയുന്നില്ല, അവർ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യം വരും. അങ്ങനെ പരാതികളിലൂടെ പരാതികൾ കടന്നു പോകുന്ന സാഹചര്യം വരും എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലേക്ക് പറയാനുള്ളത്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഫേസ് വെരിഫിക്കേഷനിലൂടെ THR കൊടുത്തവർ മാത്രമാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഇനി വരും ദിവസങ്ങളിൽ, അതായത് ജൂലൈ മാസത്തിൽ നിങ്ങൾ വിതരണം ചെയ്ത ആളുകൾക്ക് മാനദണ്ഡമായി എടുക്കുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ പ്രധാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുകയാണ്. കൃത്യമായി നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ഫേസ് വെരിഫിക്കേഷൻ 100% ആക്കേണ്ട മാസങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞു തരുന്നത്. അത് മനസ്സിലാക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അതായത് ജാനുവരി എന്ന് പറയുന്നത് കഴിഞ്ഞു പോയി, ഏപ്രിൽ എന്നുള്ളത് കഴിഞ്ഞു പോയി. ഇനി ശ്രദ്ധിക്കേണ്ട മാസം ജൂലൈ മാസവും അതേപോലെ ഒക്ടോബർ മാസവുമാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ജൂലൈ മാസത്തിലും ഇനി വരുന്ന ഒക്ടോബർ മാസത്തിലും എങ്കിലും 100% ഫേസ് വെരിഫിക്കേഷനിലൂടെ THR ഉറപ്പാക്കുക എന്നുള്ളതാണ്. കാരണം ജൂലൈ മാസത്തിൽ എല്ലാവരുടെയും ഫേസ് വെരിഫിക്കേഷൻ ഉറപ്പാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിൽ ഉറപ്പായിട്ടും THR കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതേപോലെ ഒക്ടോബർ മാസത്തിലും ഇത്തരത്തിൽ 100% ഫേസ് വെരിഫിക്കേഷനിലൂടെ THR കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 2027 നഷ്ടപ്പെടാതെ അവർക്കുള്ള വിഹിതം കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് 100% ഗുണഭോക്താക്കൾക്കും മുടക്കം കൂടാതെയുള്ള സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്